പ്രിയനെ ഞാനെന്തുള്ളൂ, എൻ കർത്തനെ ഞാനെന്തുള്ളൂ. അങ്ങെനിക്കേകിയ നന്മകളോർക്കുമ്പോൾ എൻ മനം നന്ദിയാൽ പാടിടുമേ. അങ്ങെനിക്കേകിയ നന്മകളോർക്കുമ്പോൾ എൻ മനം നന്ദിയാൽ പാടിടുമേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ഞാൻ പാസ്റ്റർ ലെനീഷ് രാജൻ എല്ലാവർക്കും ഡെയിലി മന്നയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രഭാത സമയം ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനം 2 രാജാക്കന്മാർക്ക് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യമാണ്. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിവേശങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ ചില വേർപിരിയലുകൾ നമുക്ക് മനസ്സിലാകത്തില്ല. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു, ചില അവസരങ്ങൾ അവസാനിച്ചു കൊണ്ടിരിക്കുന്നു, ചില വാതിലുകൾ അടയുന്നു, ചില ശുശ്രൂഷകൾ ഒരു ഘട്ടത്തിൽ അവസാനിക്കുന്ന പോലൊക്കെ തോന്നുന്നു. അപ്പോൾ നാം ചോദിക്കും, ദൈവമേ, എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്നാൽ പലപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു അധ്യായം അവസാനിക്കുന്നത് മറ്റൊരു വലിയ അധ്യായം ആരംഭിക്കുവാൻ വേണ്ടിയാണ്. ദൈവം എന്തെങ്കിലും അവസാനിപ്പിക്കുമ്പോൾ അത് നശിപ്പിക്കുവാനല്ല, അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഈ വചനത്തിനകത്ത് ഏലിയാവിന്റെ ജീവിതത്തിന്റെ അവസാന ദിവസമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഗിൽഗാൽ, ബേഥേൽ, യെരിഹോ, യോർദാൻ എന്നിങ്ങനെ പല സ്ഥലങ്ങളിലൂടെ ഏലിയാവും എലീശയും ഒരുമിച്ച് യാത്ര ചെയ്തു. ഓരോ സ്ഥലത്തും ഏലിയാവ് എലീശയോട് പറയുന്നുണ്ട്, നീ ഇവിടെ തന്നെ ഇരിക്കാം. എന്നാൽ എലീശ എന്താണ് മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല. പ്രവാചക പുത്രന്മാർക്ക് അറിയാമായിരുന്നു ഏലിയാവ് എടുത്തുകൊള്ളപ്പെടുമെന്ന്. എന്നാൽ അറിയുന്നത് ഒന്നാണ്, അവസാനം വരെ വിശ്വസ്തനായി കൂടെ നിൽക്കുന്നത് മറ്റൊന്നാണ്. എലീശ അവസാനം വരെ തന്റെ ആത്മീയ പിതാവിനോടൊപ്പം ചേർന്ന് നിന്നു. അവർ യോർദാൻ കടന്ന് നടന്നും സംസാരിച്ചും പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അഗ്നിരഥങ്ങളും അഗ്നിവേശങ്ങളും പ്രത്യക്ഷപ്പെടുവാനിടയായി തീർന്നു. അവർ രണ്ടുപേരെയും എന്ത് ചെയ്തു? വേർപിരിച്ചു. അതിനുശേഷം ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇതൊരു സാധാരണ മരണമല്ലായിരുന്നു. ഇത് ദൈവം തന്റെ വിശ്വസ്ത ദാസനെ മഹത്വത്തോടെ വിളിച്ചു കൊണ്ടുപോയ നിമിഷമായിരുന്നു. എന്നാൽ അതേ സമയം തന്നെ ഇത് ഏലീശായുടെ പുതിയ ദൗത്യം ആരംഭിച്ച നിമിഷവുമായിരുന്നു. ഏലിയാവ് പോയി, പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ അവസാനിച്ചില്ല. ഒരു തലമുറ അവസാനിച്ചപ്പോൾ മറ്റൊരു തലമുറ ഉയരുകയാണ്. ഈ സംഭവം നമ്മെ ഒരു വലിയൊരു ആത്മീയ സത്യം പഠിപ്പിക്കുന്നുണ്ട്. അഗ്നിരഥവും അഗ്നിവേശങ്ങളും ഏലിയാവിനെ മഹത്വത്തിലേക്ക് കൊണ്ടുപോയതിനു മുമ്പ് ഏലീശായിൽ നിന്നും വേർപിരിച്ചു. എന്തുകൊണ്ട്? കാരണം ദൈവം പുതിയതായി ചെയ്യുവാൻ പോകുമ്പോൾ പലപ്പോഴും പഴയ ഘട്ടങ്ങളെ അവസാനിപ്പിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും നഷ്ടത്തെ മാത്രമാണ് കാണാറുള്ളത്, പക്ഷെ ദൈവം പുതിയ തുടക്കത്തെ കാണുന്നു. നമ്മൾ വേർപിരിയലിനെ മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പുതിയ നിയമനത്തെ കാണുന്നുണ്ട്. നമ്മൾ എപ്പോഴും അവസാനത്തെ മാത്രം കാണുമ്പോൾ ദൈവം അടുത്ത അധ്യായത്തെ കാണുന്നുണ്ട്. അതാണ് ദൈവം ഒരു വാതിൽ അടയ്ക്കുമ്പോൾ അത് ശിക്ഷയല്ല, മറിച്ച് അടുത്ത വാതിലിലേക്ക് നമ്മെ നയിക്കുന്ന വഴിയാണെന്ന് നാം ഈ പ്രഭാത സമയം മനസ്സിലാക്കണം. ഇന്ന് ദൈവം നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ ആളുകളെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കരുത്. അടഞ്ഞ വാതിലുകളെ മാത്രം നോക്കി നിൽക്കരുത്. കഴിഞ്ഞ കാലത്തെ പിടിച്ചു വയ്ക്കുവാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ഏലിയാവ് എലീശയോടൊപ്പം എന്നേക്കും ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല. കാരണം എലീശ തന്റെ സ്വന്തം ദൗത്യം ആരംഭിക്കേണ്ട സമയം വന്നിരുന്നു. അതിനാല് ഇന്ന് നിങ്ങളോട് കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ അവസാനിപ്പിച്ചതിനെ നിങ്ങൾ ഇപ്പോഴും പിടിച്ചു വയ്ക്കുന്നുണ്ടോ? ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റുന്നത് നമ്മെ ശിക്ഷിക്കുവാനല്ല, നമ്മെ വളർത്തുവാനാണെന്ന് നാം മനസ്സിലായിരിക്കണം. ഒരുപക്ഷെ ഒരു ജോലി അവസാനിച്ചാൽ പുതിയ അവസരത്തിനായി തയ്യാറാകുക. ഒരു ബന്ധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തോട് കൂടുതൽ അടുക്കുക. ഒരു വാതിൽ അടഞ്ഞു പോയാൽ പുതിയ ദിശ തേടുക. പഴയ അനുഗ്രഹങ്ങളുടെ ഓർമ്മയിൽ ജീവിക്കാതെ പുതിയ അനുഗ്രഹങ്ങൾക്കായി മുന്നോട്ട് നിങ്ങൾ നടക്കാൻ ശ്രമിക്കണം. ദൈവം ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് നന്ദി പറയുക, എന്നാൽ ഇന്നലേക്കായി ജീവിക്കരുത്. കാരണം ദൈവം നിങ്ങളുടെ മുന്നിൽ ഇനിയും ചെയ്യാനുള്ള കാര്യങ്ങൾ അനേകമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഈ പ്രഭാത സമയം ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ,
നിങ്ങൾ ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ചില വാതിലുകൾ അടയുന്നു, ചില ബന്ധനങ്ങൾ മാറുന്നു, ചില സാഹചര്യങ്ങൾ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രഭാത സമയം നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം കർത്താവ് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നിങ്ങൾ നഷ്ടമെന്ന് കരുതിയ ചില കാര്യങ്ങൾ അനുഗ്രഹത്തിന്റെ വഴിയാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അഭിഷേകം വരും. നിങ്ങളുടെ മുമ്പിൽ പുതിയ അവസരങ്ങൾ തുറക്കും. നിങ്ങളുടെ കണ്ണുനീർ വിതച്ച നിലങ്ങളിൽ സന്തോഷത്തിന്റെ കൊയ്ത്തുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ ഏലിയാവ് ഘട്ടം അവസാനിക്കാം, പക്ഷെ ഏലിശ ഘട്ടം ആരംഭിക്കുകയാണ്. ദൈവം എടുത്തു കളഞ്ഞതിനെ കുറിച്ച് അറിയേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. ദൈവം നൽകാൻ പോകുന്നതിനെ സ്വീകരിക്കാനുള്ള സമയമാണ് വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവം ഒരു അധ്യായം അടയ്ക്കുമ്പോൾ മറ്റൊന്ന് തുറക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. കഴിഞ്ഞു പോയതൊന്നും നിങ്ങൾ ഓർക്കാതെ ഇനി വരുവാനുള്ള ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങളെ പ്രതീക്ഷിച്ച് നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ മാറ്റത്തിനും പിന്നിൽ നിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വേർപിരിലുകളും നഷ്ടങ്ങളിലും നിരാശപ്പെടാതെ നിന്റെ പദ്ധതിയെ കാണുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കണമേ. പുതിയ അവസരങ്ങളും പുതിയ അഭിഷേകവും പുതിയ കൃപയും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തി തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ആൻഡ് വിക്ടോറിയസ് ഡേ ഇൻ ക്രൈസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.